വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 4 നിമിഷങ്ങൾക്കകം വലിയ മൺമല കുത്തിയൊലിച്ചു വന്നപ്പോൾ കളിപ്പാട്ടം കണക്കെ തെറിച്ചു നീങ്ങി ടാങ്കർ ലോറി അടക്കം വാഹനങ്ങൾ. ജീവനും കൊണ്ട് പാഞ്ഞ് രക്ഷപ്പെട്ടവർ നിരവധി. എന്നാൽ മണ്ണിനടിയിൽ എത്ര പേരുണ്ടെന്നുള്ള കാര്യം വ്യക്തമല്ല. നിരവധി JCBകൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റി കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു. ഏഴിലധികം പേരെ കാണാതായതായാണ് ആദ്യ റിപ്പോർട്ടുകൾ. മരിച്ചവർ 4 പേരും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇന്ന് ചെറിയ തോതിലുള്ള ജോലികൾ മാത്രമാണ് തുരങ്ക നിർമ്മാണ ഭാഗത്ത് നടന്നിരുന്നത്. എന്നാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും കുടുംബങ്ങളും ഈ ഭാഗത്ത് താമസിച്ചിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തുരങ്കപാതയ്ക്ക് വേണ്ടി എടുത്ത മണ്ണ് വലിയ തോതിൽ കൂട്ടിയിട്ടിരുന്നതാണ് ദുരന്തമായത്. അപ്പാടെ ഒലിച്ച് താഴേക്ക് പോരുകയായിരുന്നു. പരിക്കേറ്റ് 9 പേരാണ് ആശുപത്രിയിലുള്ളത്. തൊഴിലാളികളുമായി എത്തിയ 2 ബസ്സുകളും മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. തുരങ്കപാതയ്ക്കായി കെട്ടിയുണ്ടാക്കിയ കോൺക്രീറ്റ് മതിൽ സഹിതം ഇടിഞ്ഞു പോരുകയായിരുന്നു. തുരങ്കപാതയ്ക്കായി എടുക്കുന്ന മണ്ണ് കൂട്ടിയിടുന്നത് അപകടമാണെന്ന് നേരത്തെ തന്നെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതെല്ലാം അവഗണിച്ചാണ് നിർമ്മാണ കമ്പനി പ്രവർത്തനങ്ങൾ തുടർന്നത്. 100% നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് ഈ വൻ ദുരന്തത്തിന് കാരണമായിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, വയനാട്. MX വെഡിംഗ് സെന്റർ. ബ്രൈഡ് നൈറ്റ്. ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ, ട്രെൻഡി ലെഹങ്കകൾ, എലിഗന്റ് ഗൗണുകൾ. ട്രെൻഡുകൾ മാറാം, ഗുണമേന്മ മാറില്ല, സ്റ്റൈൽ മാറാം. ഗ്രൂമിനു വേണ്ടി ക്ലാസിക് ഷെർവാണികള്, സ്റ്റൈലിഷ് കുർത്തകള്, പ്രീമിയം എത്നിക് കളക്ഷനുകള്. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം. MX വെഡിംഗ് സെന്റർ, വാളഞ്ചേരി, പട്ടാമ്പി, കൂട്ടനാട്, കൊപ്പം ആൻഡ് കേച്ചേരി.